ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ എവിടെയാ QUTയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കരുതി നോക്കി അത് ക്യാമ്പസ് ടൂർ പോലെ ആക്കാമെന്ന് കരുതി. സോ ഐ എം ഹെഡിങ് ടുവേർഡ്സ് QUT ആൻഡ് ഐ എം ഹിയർ അറ്റ് ദ ഫെറി. ഇതാണ് ഫെറി. നമ്മളുടെ ഫെറി വരുന്നത് ഒരു 1:12 വരുന്നത്. അപ്പോൾ ജസ്റ്റ് റീച്ച്ഡ് ഹിയർ. ലൂസി ഇതാണ് കേട്ടോ ഉള്ളില്. നല്ല രസമാണ് ശരിക്കും. അപ്പം Putting your cards on straight away. Thank you. താങ്ക് യു. അപ്പോൾ നമ്മളുടെ പുറത്ത് ഉള്ളൊരു വ്യൂ ആട്ടത്. നല്ല കാറ്റുണ്ട്, നല്ല സ്പീഡിലാണ് സംഭവം പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാണാനും ഉണ്ട്, നല്ല സ്പീഡാ. അപ്പൊ നമ്മൾ അടുത്തോണ്ടിരിക്കണത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രിസ്ബെൻ സിറ്റിയിലോട്ടാണ് പോകുന്നത്. സോ യു ക്യാൻ സീ ദ വ്യൂ. ഇതാണ് നമ്മളുടെ വ്യൂ. ഇഫ് യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്, യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ബിൽഡിങ്സ്. ഇതാണ് നമ്മളുടെ ബ്രിസ്ബെൻ സിറ്റി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ബ്രിസ്ബെൻ സിറ്റിയാണിത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഫെറി ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോവും. കുറേ സിറ്റീസ് കുറേ ബിൽഡിങ്സ് കാണാം. കുറേ ഫ്ലൈ ഓവേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബാംഗ്ലൂരൊക്കെ പോലെ തോന്നി. ഇൻ ദ സെൻസ് ആ ഫ്ലൈ ഓവറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ബാംഗ്ലൂർ ഓർമ്മ വന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദിസ് ഇസ് നോട്ട് ബാംഗ്ലൂർ. അതെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വ്യൂ. നോക്കുവാണെങ്കിൽ കുറേ ബിൽഡിങ്സ് കാണാം. ഈ ബിൽഡിങ്സിൻ്റെ എല്ലാത്തിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ആൻഡ് ദിസ് ഇസ് വാട്ട്. ആ ഒരു വണ്ടി കണ്ടോ? ഇതാണ് ഇവിടുത്തെ ബ്രിസ്ബെൻ മെട്രോ. ഓക്കെ, ഇത് റോഡിലാണ് ഓടുന്നത്, ലൈക്ക് നോർമൽ ബസ് പോലെ തന്നെ. പക്ഷെ എന്താ പറയുക, നമ്മുടെ മെട്രോ കറങ്ങുന്ന മറ്റേ തിരിയുമ്പോഴേക്കും വളയുന്ന പോലെ, പാമ്പ് എഴണ പോലെ എണ്ണ പൊക്കോളും. ഇവിടെ നോക്കിയാൽ കാണാം. അതൊരു നോർമൽ ബസ്സാണേ. ഇവിടുത്തെ നോർമൽ ബസ് അങ്ങനെ ഇരിക്കും. മെട്രോ ബസ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ പാമ്പ് എഴണ പോലെ എഴുന്നങ്ങ് പോവും. പിന്നെ ഇവിടെ കണ്ടോ, നമ്മുടെ സ്കൈ വീലുണ്ട് ഇവിടെ. അവിടുത്തെ ആ ഏരിയയിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ, അതുപോലെ ആൾക്കാർ ഇരിക്കും. ഇവിടെയൊക്കെ രാത്രി അങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസം. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വേറൊരു സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് ക്വേ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. വേറൊരു ഫെറി കിടക്കണുണ്ടോ? ഇതിപ്പോ ഈ ബ്ലൂ കളറ് സിറ്റി ക്യാറ്റ് എന്നാണ്, അത് സിറ്റി ഡോഗാണ്. എന്താ ഡിഫറൻസ് എന്നുള്ളത് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പേരിന് മാത്രം ഒരു ഇച്ചിരി വ്യത്യാസം. കണ്ടോ, സിറ്റി ഡോഗ് എന്നും പറഞ്ഞ് എഴുതിയേക്കുന്നത്. പക്ഷെ ദാറ്റ് ലുക്സ് ഗുഡ് തോ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കണ്ടോ, ഒരാള് സൈക്കിളൊക്കെ കൊണ്ടുവരാം. ഇതിൻ്റെ അകത്ത് സൈക്കിളൊക്കെ കയറ്റാൻ പറ്റും കേട്ടോ. അവിടെ ബാക്കിൽ സൈക്കിൾ സ്റ്റാൻഡൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. ഉള്ളിലത്തെ സെറ്റപ്പ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് സീറ്റ് കിടക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു മേലോട്ട് പോകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവണം. യെസ്, കയറി നോക്കാം.
ഉണ്ട്, അവിടെയൊക്കെ ഫുള്ള് ആൾക്കാരാണ്, ഭയങ്കര തിരക്കാണ് ഇവിടെ ഇപ്പോൾ. കാരണം അതൊരു സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട്, ഒരു വീക്കെൻഡ് ആയതുകൊണ്ടാണ് അത്രയ്ക്കും തിരക്ക് വന്നേക്കുന്നത്. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് അത്രയ്ക്കും തിരക്കൊന്നും ഉണ്ടാവാറില്ല നോർമലി. ഇന്ന് ഇപ്പോൾ ഈ സൺഡേ ആയതുകൊണ്ട്, വീക്കെൻഡ് ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്. സ്ഥലത്തി ഓഫ്. Thank you. Have a good day. Okay, whoever's been waiting the longest on first. Thank you. യെസ്, നമ്മളപ്പോൾ എത്തി. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് QUT പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ബേസിക്കലി QUT എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. കുറേ റിസർച്ചൊക്കെ നടത്തുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാമ്പസ് ആട്ടോ അത്. അവിടെ പക്ഷേ അത്യാവശ്യം നല്ല ടഫാണ് പഠിക്കാനായിട്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം അവിടെ കയറിയ മിക്കവാറും ഇൻ്റർനാഷണൽ പിള്ളേരും ഡെഫർ ചെയ്ത് പോകാറുള്ള പതിവ്. അപ്പോൾ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അവിടെ പഠിക്കാൻ. ഓഫ് കോഴ്സ് ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്, പക്ഷേ കൂടുതലും കേട്ടേക്കുന്നത് QUT ഈ എൻ്റെ യൂണിവേഴ്സിറ്റി, അതായത് ക്വീൻസ്ലാൻഡിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കാശായതുകൊണ്ട്, നല്ല ഫീസായതുകൊണ്ട് മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും കയറത്തില്ല. അതാണ് സത്യം. കാരണം മെജോറിറ്റി ഓഫ് ദി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അവർക്ക് എങ്ങനെയും എത്തിയാൽ മതി എന്നുള്ളൊരു പ്ലാനിലല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ കയറത്തില്ല. ആൻഡ് ഇവിടെ എഡ്യൂക്കേഷൻ എല്ലായിടത്തും ഡെലിവർ ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം പരിപാടികളൊന്നുമില്ല, എല്ലാം ഒരേപോലെ തന്നെയാണ്. QUT ഗാർഡൻസ് പോയിന്റ് ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പക്ഷേ ഇവിടെ കുറേ പേര് കയറി വന്നിട്ട്, കുറേ മലയാളികളാണേലും അല്ലാതെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിലും കയറി വന്നിട്ട് തിരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാനായിട്ട്. പക്ഷെ പഠിച്ചെടുത്തതിനാൽ അടിപൊളിയാണ്, അങ്ങനെയും കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ സൺഡേ ആണ്, അവൾ ഇന്ന് ക്ലാസ്സിന് വേണ്ടി വന്നതാ. അപ്പോൾ അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് പഠിക്കാൻ മറ്റേ പാർട്ട് ടൈമൊക്കെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർക്ക് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് മിക്കവാറും അവൈലബിലിറ്റി കുറവായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം ഒത്തൊരു കട കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് സെമിസ്റ്റർ മുതൽ ഒരു ബെറ്റർ ആയിരിക്കും ആ കാര്യത്തിൽ. ഞാൻ നോക്കട്ടെ, പുള്ളിക്കാരി എനിക്ക് ഈ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഓപ്പൺ ഡേ ആട്ടോ. സോ ഓപ്പൺ ഡേ എന്ന് പറയുമ്പോൾ ബേസിക്കലി അന്നത്തെ ദിവസം ഇവിടെ കുറേ ഫ്രീ ബീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ദിവസം. ഓക്കെ, എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഓരോ ദിവസം ഓപ്പൺ ഡേ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എൻ്റെ ആവുന്നേ ഉള്ളൂ. സോ അതെ, നോക്കാം. സാധനം വല്ലതും നമുക്ക് കിട്ടുന്നതാണോ, ഞാൻ വേറെ യൂണിവേഴ്സിറ്റി അല്ലേ, അതുകൊണ്ട് കിട്ടുന്നതാണല്ലോ. പക്ഷെ എന്നാലും നോക്കാം. അപ്പോൾ ഇന്ന് ഇവിടെ ഓപ്പൺ ഡേ ആണ്. ഹെബ, എന്തെങ്കിലും പറയാനുണ്ടോ ഓപ്പൺ ഡേനെ പറ്റി? പുള്ളിക്കാരിക്ക് തലവേദന എടുത്തിരിക്കുവാണ്. ഓക്കെ, സോ ഇന്നിവിടെ ഓപ്പൺ ഡേ ആണ്. ഇവിടെ കുറേ പേര് ഇങ്ങനെ ഇരിക്കണതും കിടക്കണതൊക്കെ കാണാം. അതെ, ഇനി കാണാൻ പോണത് ഓൾഡ് ഗവൺമെന്റ് ഹൗസ് ആണ്. സോ ബേസിക്കലി ഇവിടത്തെ എന്തോ സംഭവമാണ്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതെ, ഇതാണ് നമ്മളിനി കാണാൻ പോണേ. ഇവിടെ പുറത്ത് ഡെഡിക്കേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലാൻഡ് എന്നും പറയുന്നുണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചുതരാം.
ഇത് സ്കാൻ ചെയ്തതിന് ഓഡിയോ ഡിസ്ക്രിപ്ഷൻ കിട്ടും. എനിക്കറിയില്ല ഇതൊക്കെ ഇവിടെ. നല്ല ലൈറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറെ ഒന്നും ഇമ്പ്രസ് ആയില്ല, എനിക്ക് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കാണാൻ കൊള്ളാം. ഇത് നമ്മുടെ നാട് വൈബുണ്ട് കേട്ടോ. ആക്ച്വലി ഒരു കൊട്ടാരം വൈബ് അങ്ങനെ പറയാം. സാധനം ഇവിടെ നിന്ന് നോക്കിയുള്ള വ്യൂ. ഇതുപോലെ ഒരു ക്യൂ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് എന്തോ പുക വരുന്ന എന്തോ സാധനവും ഉണ്ട്. ഡ്രൈ ഐസ് ആണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കാര്യമായിട്ടുണ്ട്. പക്ഷെ നോക്കാം നമുക്ക് വേണമെങ്കിൽ. എടാ, അയാളുടെ കയ്യിലുള്ള സാധനത്തിനാടാ പുക. ഓ, ഡ്രൈ ഐസ് അയാളുടെ കയ്യിലാ. ഇത് ലിക്വിഡ് നൈട്രജൻ ഐസ്ക്രീമാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ പുകയുന്നുണ്ട്, കുറേ പേരെന്തോ ഉണ്ടാക്കുന്നുണ്ട് പുകയാനായിട്ട്. എന്തായാലും കാണിച്ചു തരാം, നമ്മൾ എടുക്കുന്നുണ്ട് ഒരെണ്ണം. പുക വരുന്നത് കേട്ടോ ഗൈസ്. നമുക്കിവിടെ ഗൂഗിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പാല് തരും, അവിടുത്തെ വാനില എക്സ്ട്രാക്ട് എടുക്കുക, ഗൂഗിൾസ് വെക്കുക, പിന്നെ എന്തെങ്കിലും അതിന്റെ മുകളിലുണ്ടെങ്കിൽ ഇടാം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ സ്റ്റെർ ചെയ്തുകൊണ്ടിരിക്കണം. അവർ ആ സംഭവം ഒഴിക്കുന്നതനുസരിച്ച് തന്നെ സ്റ്റെർ ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റെർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ്. പിന്നെ അവിടെ ജെംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എടുത്ത് ഇടാം. ഐസ്ക്രീമാണ് ആക്ച്വലി. ഐസ്ക്രീമിൽ നമ്മൾ കുറച്ച് കുക്കീസും പിന്നെ ജെംസ് ആണോ അത്? പുളിയല്ലല്ലോ, സ്കിറ്റിൽസ് ഇല്ലല്ലോ. ഈ സാധനം ഇട്ടിട്ടുണ്ട്. യെസ്, ഇനി തിന്നാം. തിരിച്ചു പോവാണ് ഗൈസ്. പോലെ തന്നെ തിരിച്ചു പോകുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ വേഗം ഇറങ്ങി. ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ, അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടിയിട്ടോ. നമുക്കൊരു ഫ്രീബി പോലെ. ഫ്രീബി എന്നുള്ളത് ആക്ച്വലി ഒരു മാർക്കറ്റിംഗ് ഇതാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതാണ്. എന്തായാലും ഒരു ബിസ്ക്കറ്റ് കിട്ടി ഇടയ്ക്ക് വെച്ച്. എൻ്റെ അകത്ത് ഒരു മാനുവൽ ഉണ്ട്. Hello, beautiful Camilla. Are you on our city chat this afternoon? Much love, Camilla, from the city cat group to you. ട്രെയിൻ പോകുന്ന അകത്ത് ട്രെയിനാണത്. ഫാസ്റ്റ് ബോട്ടാണ്. ഫാസ്റ്റ് ബോട്ട് എന്നല്ല പറയുന്നത്. കയാക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ. Watch yourself on the guys. Hang on. താങ്ക് യു. Watch yourself on. ഇതായിരുന്നു നമ്മൾ വന്ന് ഫെറി അല്ല ജെട്ടി ബോട്ട്, എന്ത് തേങ്ങയാണെങ്കിലും ആവട്ടെ, അതാണ് സംഭവം. കഴിഞ്ഞു ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. യെസ്, ഇത് തീയാത്തെ. അങ്ങനെ നമ്മളുടെ അത്യാവശ്യം പരിപാടികളെല്ലാം തീർന്നു. ഇനിയിപ്പോൾ ബാക്കി നടക്കണ നേരത്ത് പറയാം. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വഴി അറിയാം, അതുകൊണ്ട് ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ കുറേ ആയല്ലോ വന്നിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ക്യാമറയ്ക്കൊരു രസം വരുന്നില്ല, എന്നാലും അതിന്തേലും ആവട്ടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പരിപാടി. ആൻഡ് കുറേ കാര്യങ്ങൾ ഞാൻ ഇനിയും പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി. കമൻസ് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോ. ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്. അപ്പോൾ യെസ്, ബൈ ബൈ. Thank you for watching the video. If you like the video, as I've told you before. If you like to subscribe or to watch more videos like this, you can subscribe. തളർന്ന് പണ്ടാരടങ്ങിയിരിക്കുക. ഓക്കെ, ബൈ ബൈ.